മോള് പേര് പറഞ്ഞോ? പല്ലവി. എവിടെ നിന്നാണ് വരുന്നത്? എറണാകുളത്ത് നിന്നാണ്. അപ്പോൾ ഞങ്ങളൊക്കെ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. അപ്പം എറണാകുളത്ത് എവിടെയാ? എറണാകുളത്ത് ഞങ്ങൾ കറക്റ്റ് സിറ്റി തന്നെ, സൗത്തിലാണ്. അപ്പൊ നമ്മുടെ ഓഫീസിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഇത് ഇന്ന് മത്സരം കഴിഞ്ഞോ? കഴിഞ്ഞു. ഇന്നലെ മോഹിനിയാട്ടത്തിന് എ ഗ്രേഡ് ഉണ്ടായിരുന്നു, വീണയ്ക്കും എ ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പം ഒരു സകലകലാ വല്ലഭയാണ്. ഇനി ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ? രണ്ടെണ്ണം കൂടി ഉണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന്, അവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് തെരേസാസിലാ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് വായിക്കുമല്ലേ? എങ്ങനെ നിലത്തിരിക്കാൻ പറ്റുമോ? വെച്ചാൽ മതി. എത്ര നാളായി മോളെ ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട്? വീണ പഠിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. ഇന്നലെ ഭരതനാട്യമായിരുന്നു. അതോ? മോഹിനിയാട്ടം ഞാൻ ജസ്റ്റ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ അമ്മയാണ് എൻ്റെ ഗുരു. എൻ്റെ അച്ഛനാണ് ഞാൻ ഇപ്പം ചെയ്ത ഡാൻസിന് ഓഡിയോ പാടിയിരിക്കുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഒരു കലാകുടുംബം തന്നെയാണ്. ഇതിന് എങ്ങനെയാ ശരിക്കും? നമ്മളിപ്പം 7 തന്ത്രികളുണ്ട് അല്ലേ? അപ്പോൾ ഈ മുകളിൽ 4, ഈ സൈഡിൽ ഇങ്ങനെ 3. അപ്പോൾ എങ്ങനെയാ അതിൻ്റെ? അത് താഴത്തെ 3 താളക്കമ്പികളാണ്, മുകളിലത്തെ നമ്മൾ വായിക്കുന്ന. എന്തായാലും പങ്കെടുത്ത 2 ഇനത്തിലും എ ഗ്രേഡ് ഉണ്ട്. ഇനിയിപ്പോൾ പങ്കെടുക്കാൻ 2 മത്സരം കൂടി ഉണ്ട്. അതിലും മികച്ച വിജയം തന്നെ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വേദിയിലേക്ക് എത്തുന്ന കലാകാരികൾക്കൊക്കെ ഒരു ചെറിയ ഉപഹാരം നൽകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ വേഗം തന്നെ ഏർപ്പെടുത്തണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഒരു പെർഫോമൻസ് നടത്തിയതിന് നന്ദിയുണ്ട്. അവിടെ എത്തിയിട്ടുണ്ട് ഒരു ട്രോഫി. അതെ, ഒരു ട്രോഫി കൂടിയുണ്ട്. നമ്മുടെ കേരള വിഷൻ ഇത്തരത്തിൽ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രതിഭകൾക്ക് നൽകുന്നതാണ്. അത് ഒരു കൊച്ചുപകാരമാണ്. അത് സ്വീകരിക്കുക. ഒരുപാട് സന്തോഷം.